മധ്യ ശ്രീലങ്കയിലെ ഒരു നഗരമാണ് കാൻഡി. മഹാനുവാറ, സങ്കടഗലപുര എന്നും ഈ നഗരത്തിന് പേരുകളുണ്ട്. കാൻഡി ജില്ലയുടെയും ഇതിനു പുറമെ മദാലെ, നുവാറ, ഏലിയ എന്നീ ജില്ലകൾ ഉൾക്കൊള്ളുന്ന ശ്രീലങ്കയുടെ മധ്യപ്രവിശ്യയുടെയും ആസ്ഥാനമാണ് ഈ നഗരം. വ്യാപകമായി തേയില കൃഷി ചെയ്യപ്പെടുന്ന കാൻഡി താഴ്വരയിലെ കുന്നുകൾക്കിടയിലാണ് കാൻഡി നഗരം സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ചെറിയ കുന്നുകളും മനുഷ്യനിർമ്മിത തടാകങ്ങളുമുള്ള കാൻഡി പട്ടണം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പോർച്ചുഗീസ്, ബ്രിട്ടീഷ് ആധിപത്യ സമയത്ത് സിംഹള രാജാക്കന്മാരുടെ അവസാനത്തെ തലസ്ഥാനവും കാൻഡിയാണ്. ഒരു ഭരണകേന്ദ്രം എന്നതുപോലെ തന്നെ ബുദ്ധമത വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട മതപരമായ കേന്ദ്രം കൂടിയാണ് കാൻഡി. ശ്രീബുദ്ധൻ്റെ ദന്താവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന ദളത മാലിഗാവ കാൻഡിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്തരം പ്രത്യേകതകൾ കണക്കിലെടുത്ത് കാൻഡി നഗരത്തെ യുനെസ്കോ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ട്രങ്കോമാലി ബസ്സുണ്ട്. കാൻഡി വഴിയാണ് ഇപ്പോൾ ട്രങ്കോമാലി പോണത്. ട്രങ്കോമാലിയൊക്കെ വളരെ ദൂരെയായിരിക്കും. സിഗ്രിയ, വാവുനിയ, മാന്നാർ, ദമ്പുള്ള എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം. ഇവിടെ നിന്നാണ്. സിഗ്രിയ നടന്നു പോകണം, വാവുനിയ അറിയാൻ വയ്യ. കാൻഡി, വാവുനിയ, കാൻഡി, ബട്ടിക്കലോവ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പറ്റും. അനുരാധപുര, ക്ലോക്ക് ടവർ ബസ് ടെർമിനൽ. വൃത്തിയില്ലാത്ത സ്ഥലം തന്നെ, പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഇപ്പോൾ കാൻഡി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീലങ്കയുടെ മിഡിൽ പോർഷൻ, അതായത് മധ്യഭാഗത്തായി കോസ്റ്റൽ ഏരിയ വിട്ടിട്ട് ഇനി ഇവിടെ നിന്നാണ് അനുരാധപുര, ട്രിങ്കോമാലി, വാവുനിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ്. 4 മണിക്കൂർ, 4.5 മണിക്കൂർ, 5 മണിക്കൂറിനകം വെച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റും. അവിടെ നിന്ന് പിന്നീട് വേണമെങ്കിൽ ജാഫ്നയ്ക്ക് പോകാം. ഇതവിടുത്തെ ക്ലോക്ക് ടവർ. സമയം 9:30 മണിയായി. ഇവിടെ അണ്ടർ പാസേജാണ്. ഇവിടെ നമ്മളെ ശ്രീലങ്കയുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ തണുപ്പുണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നല്ല വെയിലാണ്, തണുപ്പൊന്നും ആയില്ല. ഇനി എപ്പോൾ തണുക്കുമെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ഇന്നലെ ഒരാൾ ആരോടോ പറയുന്നത് ഞാൻ കേട്ടതാണ്, അവിടെ ഒരു 10 ഡിഗ്രിയൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഇനി വെളുപ്പം കാലത്തും രാത്രിയിലും ആയിരിക്കണം. പക്ഷേ ഈ സമയത്ത് നല്ല ചൂടായി, വെയിലായി. അപ്പോൾ ഇതാണ് കാൻഡി. ഇവിടെ കുന്നും മലകളൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ആ വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം അങ്ങനൊരു പേര് വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് 4:20 ട്രെയിനിൽ തിരിച്ചു പോകണം. നമ്മൾ ഊട്ടിയിൽ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ റൗണ്ട് അബൌട്ടും ഇങ്ങനെയൊക്കെ കാണുന്ന ആ ഒരു സ്ഥലമാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണത്. ആ ഗാർഡൻ്റെ ഭാഗത്ത്. ഇവിടെ ഗാർഡനൊന്നും ഇല്ല, ഇത് തോന്നിയതാണ്. ആ ഒരു ഫീലുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ എങ്ങനെ വേണം ക്രോസ് ചെയ്യാം. ഒരു പ്രത്യേകിച്ച് സിലിണ്ടറും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാണുമായിരിക്കാം.
തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും കാണപ്പെടുന്ന അതേ തിരക്ക് തന്നെയാണ് ഇവിടെ. അപ്പുറം വന്നു കഴിഞ്ഞാൽ അപ്പുറം പോകാൻ മാർഗ്ഗമില്ലല്ലോ. വണ്ടി വരുന്നതിന് മുമ്പ് ഓടി അപ്പുറം പോയേ പറ്റത്തുള്ളൂ. ട്രാഫിക് കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റാണ്. എല്ലാ റൂട്ടിലേക്കും ശരിക്കും ബസ്സുണ്ട്. അതാണ് ഏറ്റവും പുറത്ത്. പക്ഷേ പേട്ടയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റേഷൻ ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കാം, ഞാൻ കണ്ടില്ല. ക്രോസ് ചെയ്യണമെങ്കിൽ അപ്പുറത്ത് അണ്ടർ പാസേജ് ഉണ്ട്. ഉടനെ ബണ്ടാര നായക ബസ് സ്റ്റേഷൻ ഇത് കാണപ്പെടുന്നതാണ്. ഇവിടെ ബുദ്ധമത ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതിന് വേണ്ടി ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും ഒക്കെ വിൽക്കുന്ന ചെറിയ ഹട്ടുകളാണിവ. ശ്രീലങ്കൻ ചെറുപ്പക്കാരാണ് കൂടുതലും പൂക്കൾ വിൽക്കുന്നത്. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രീലങ്കക്കാരൻ ഹിന്ദിയിൽ അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അവിടെ എത്തിയത്. ദിവസവും 3 തവണ വഴിപാടുണ്ടെന്നും കാലത്തും ഉച്ചയ്ക്കും ഉള്ളത് കഴിഞ്ഞുവെന്നും ഇനി 4 മണിക്ക് വന്നാൽ മതിയെന്നുമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. കാരണം വൈകിട്ട് 4:20 ട്രെയിനിൽ തന്നെ എനിക്ക് തിരികെ പോകണമായിരുന്നു. ശ്രീലങ്കൻ സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ ബുദ്ധക്ഷേത്രവും അതിനടുത്ത മനോഹരമായ കാൻഡി ലേക്കും, കൂടാതെ ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റും മറ്റ് തെരുവ് കാഴ്ചകളും. ശ്രീലങ്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധമത ആരാധനാലയമാണിത്. ഇത് കാൻഡിയിലെ രാജകൊട്ടാരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ ദളാത മാലിഗാവ അല്ലെങ്കിൽ പവിത്രമായ പല്ലിൻ്റെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഇവിടെ ബുദ്ധൻ്റെ പല്ലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഐതിഹ്യമനുസരിച്ച് ബുദ്ധൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഇന്ത്യയിലെ കുസിനാരയിൽ സംസ്കരിച്ചു. ചന്ദനമരത്തിൻ്റെ ശവകുടീരത്തിൻ്റെ ചാരത്തിൽ നിന്ന് ഇടത് നായപ്പല്ല്, അതായത് ലെഫ്റ്റ് കനൈൻ ടൂത്ത്, വീണ്ടെടുത്ത ബ്രഹ്മദത്ത രാജാവിന് നൽകി. പല്ല് കൈവശപ്പെടുത്തിയ അവസാന ഇന്ത്യൻ രാജാവായിരുന്നു ഗുഹാശിവ. 4-ാം നൂറ്റാണ്ടിൽ കലിംഗയുടെ ഭരണകാലത്ത് ഇത് ശ്രീലങ്കയിലേക്ക് കടത്തിയിരുന്നു. ശ്രീലങ്കൻ രാജാവായ കീർത്തി ശ്രീ മേഘവന്ന അതിനായി അനുരാധപുരിയിൽ ഒരു ദേവാലയം നിർമ്മിച്ചു. ഈ പല്ലിൻ്റെ അവശിഷ്ടം വച്ചിരിക്കുന്നവർക്ക് ഭൂമി ഭരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന ഒരു പാരമ്പര്യവും ഉയർന്നു വന്നു.
16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് കാൻഡിയിൽ ഈ അവശിഷ്ടം എത്തിച്ചേർന്നത്. 1600-ൽ വിമലധർമ്മ സൂര്യ ഒന്നാമൻ്റെ കാലത്താണ് പല്ല് സ്ഥാപിച്ച ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. എന്നാൽ 1603-ലെ പോർച്ചുഗീസ് ആക്രമണത്തിൽ ഇത് നശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിച്ചത് 18-ാം നൂറ്റാണ്ടിൽ രാജാവായ കീർത്തി ശ്രീ രാജസിംഹയുടെ കാലത്താണ്. സമുച്ചയത്തിലെ 2 നിലകളുള്ള അകത്തളത്തിൽ പല്ല് സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ പൂക്കൾ, പ്രത്യേകിച്ച് താമരകളും ആമ്പലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വായു ചന്ദനത്തിരികളുടെ ഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നതും അപൂർവമായി പൊതുദർശനത്തിലുള്ളതുമായ സ്വർണവും രത്നങ്ങളും പതിച്ച പേടകങ്ങളുടെ ഒരു പരമ്പരയ്ക്കുള്ളിൽ ഉറച്ച സ്വർണ്ണ താമരപ്പൂവിൽ പല്ല് കിടക്കുന്നു. ബുദ്ധസന്യാസികൾ എല്ലാ ദിവസവും 3 തവണ പല്ലിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാ വേനൽക്കാലത്തും പല്ലിൻ്റെ ബഹുമാനാർത്ഥം ഒരു വലിയ ഉത്സവം തന്നെ നടക്കുന്നു. കാൻഡി സന്ദർശിക്കുന്നവർക്ക് ഉച്ചയ്ക്ക് നല്ല ഊണ് എവിടെ നിന്ന് ലഭിക്കും? ബുദ്ധക്ഷേത്രം കണ്ടിറങ്ങി ടൗണിലേക്ക് വരുന്ന വഴി ലേക്ക് റോഡിന് അടുത്തായി മെയിൻ സ്ട്രീറ്റിൽ ഇറങ്ങുമ്പോൾ ബാലാജി ദോശ എന്ന് പേരുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ 600 ശ്രീലങ്കൻ രൂപ കൊടുത്താൽ നല്ല സ്വാദിഷ്ടമായ ഊണ് ലഭിക്കും. തൊട്ടടുത്ത കടയിൽ കയറിയപ്പോൾ ഊണിന് 1000 ശ്രീലങ്കൻ രൂപയാണെന്ന് പറഞ്ഞു. ചിക്കനും കൂടി ഉണ്ടായിരുന്നു. ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞ് റേറ്റ് ചോദിച്ചപ്പോഴും 1000 ശ്രീലങ്കൻ രൂപയാണെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞാണ് ബാലാജി ദോശയിലെത്തിയത്. സ്വദേശികളും വിദേശികളും ഇവിടെയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എത്തുന്നത്. നല്ല വൃത്തിയും വെടുപ്പും അതുപോലെ നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫുകളുമായിരുന്നു. ഇനിയും കാൻഡി സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ ഊണ് കഴിക്കാൻ പോവുക. കാൻഡി റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടി, ഫസ്റ്റ് ക്ലാസ് അല്ല, AC അല്ല. അതാണ് സീറ്റ് കിട്ടിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ബസ്സിൽ പോകാനാണ് റെഡി ആയത്. ബസ്സിൽ പോകുമ്പോഴത്തേക്ക് സെയിം ടൈം തന്നെ എന്ന് പറയുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ സേഫായിട്ട് എത്തുന്നത് എനിക്ക് തോന്നുന്നത് ട്രെയിനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രെയിൻ പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ നിന്നാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വാവനിയയും ട്രിങ്കോമാലിയും പിന്നെ അനുരാധപുരയൊക്കെ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ശ്രീലങ്കയുടെ മധ്യഭാഗത്ത് ആണ് എത്തിയിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ട്രിങ്കോമാലി, വാവനി അവിടെ ചെന്നിട്ട് അവിടെ നേരെ ജാഫ്നയ്ക്ക് പോകാനുള്ള വഴിയും കാണും. അങ്ങനെയും പോകാം. റോഡ് രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഉള്ള സ്ഥലങ്ങളെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണം. ഇന്നത്തെ ടൈമിൽ വന്നാൽ മൊത്തം കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മളെ കാൻഡി. പക്ഷേ ഊട്ടി കണക്കാന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഊട്ടി കണക്കായിരിക്കും. ഊട്ടിയിലിപ്പം പഴയതുപോലെ തണുപ്പില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെയും പഴയതുപോലെ തണുപ്പില്ല, ചൂടാണ്. അപ്പോൾ അതുപോലെ തണുപ്പില്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ പണ്ടിവിടെ വന്നിട്ടില്ല. പറഞ്ഞ് കേട്ടത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വെറും സീറ്റ് മാത്രമേ ഉള്ളൂ.
എന്തെങ്കിലും മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. തമിഴ്നാട് പോലെ തന്നെ മുക്കിലും മുടുക്കിലും ഒക്കെ ഷോപ്പുകൾ തന്നെയാണ്. തമിഴ്നാട് എങ്ങനെയാണല്ലോ. ആൾക്കാരെ ഒഴുക്ക് തുടങ്ങി. This is Canada Railway Station, Intercity.